നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്രാക്ടിക്കൽസ് എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട്. ഫിസിക്സ് ചിലയിടത്ത് തുടങ്ങിയില്ല. നിങ്ങൾ കമൻസ് ഇടുക. എന്തായാലും മൊമെന്റ് ബാർ എല്ലാത്തിൻ്റെയും പ്രാക്ടിക്കൽസിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ലാസ്റ്റ് നിമിഷം ടെൻഷൻ തോന്നുവാണെങ്കിൽ ഈ പ്രാക്ടിക്കൽസ് എളുപ്പത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും കാൽക്കുലേഷനും ഗ്രാഫും എല്ലാം ഉണ്ട്. മൊമെന്റ് ബാർ വളരെ സിമ്പിളായിട്ടൊരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ മൊമെന്റ് ബാറിനകത്ത് അറിയാം, നിങ്ങൾക്കറിയാം, ഒരു സ്കെയിൽ അങ്ങ് 100 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ അങ്ങ് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു കറക്റ്റ് ബാലൻസ് ചെയ്തൊരു 49, 50, ആ റേഞ്ച് 49, 51 ഇടയിലായിരിക്കും. 50 എന്ന് വെച്ചോ എക്സാമ്പിൾ. കറക്റ്റ് സെൻറ്ററിൽ. അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പുറത്തോട്ട് മാറ്റി ഒരു 10 സെൻറ്റിമീറ്റർ മാറ്റി കല്ല് നിങ്ങൾ കോൺസ്റ്റൻ്റ് ഇട്ടുക. പല രീതിയിൽ ചെയ്യാം. 10 സെൻറ്റിമീറ്റർ മാറ്റി കല്ല് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ 50 എന്നാണെങ്കിൽ 60 കൊണ്ടിടുക. അത് നിങ്ങൾ വേണമെങ്കിൽ സി ജി എന്ന് വിളിക്കുക. ജി നടുക്കുള്ളതാണ്, ഇത് സി ജി. ഇപ്പുറത്തോട്ടൊരു വെയിറ്റ് ഹാങ്ങർ ഇടുക. ആദ്യം 50 ഗ്രാമോ 100 ഗ്രാമോ 150 ഗ്രാം. ആദ്യം 50 ഗ്രാം ഇട്ട് നിങ്ങൾ വെയിറ്റ് ഹാങ്ങർ ഉണ്ടെന്ന് ബാലൻസ് ചെയ്യുക. ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണം. അന്നേരം ആ ബാലൻസ് ചെയ്ത് നിൽക്കുമ്പം ആ പോയിന്റും ജി മുതൽ അവിടെ വരെയുള്ള ലിങ്ക് നോക്കണം. അത് ഡി ജി എന്ന് എടുക്കുക. മറ്റേ സി ജി. ഈ സി ജിയും ഡി ജിയും കണ്ടുപിടിക്കുക. നിങ്ങൾ വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ എന്തോ നമ്മൾ കണ്ടുപിടിക്കുന്നത് കല്ലിൻ്റെ വെയിറ്റ്. അപ്പുറം ഇപ്പുറം എന്ത് മാറ്റിയാലും കല്ലിൻ്റെ വെയിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അന്നേരം കല്ലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്. 3 വെയിറ്റ് മാക്സിമം നിങ്ങൾ ചെയ്താൽ മതി. 50 ആണെങ്കിൽ 50, 100, 150. ഇനി 200 ആണെങ്കിൽ പോലും കൂടിപ്പോയാൽ 1/2 മണിക്കൂർ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കിട്ടത്തില്ല. എക്സ്പെരിമെൻറ്റ് സമയം അത്രയും മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അന്നേരം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെൻറ്റിൽ ഒന്നാണ് മൊമെന്റ് ബാർ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് കാണാം. നല്ലപോലെ ചെയ്യണം കേട്ടോ. ഒറ്റ മാർക്ക് കളയരുത്. റിസൾട്ട് എഴുതാൻ മറക്കരുത്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.